കർണാടക സർക്കാർ അയച്ച പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിൽ പണി തുടങ്ങിയിരിക്കുന്നു. ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ചെറിയ പുള്ളികളല്ല. ഭരണത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രമുഖർ പണവും പദവിയും വെച്ചു കളിക്കുമ്പോൾ അതിൽ നിന്നുമുണ്ടാകുന്ന ചെറുത്തുനിൽപ്പ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കർണാടക സർക്കാർ വളരെ ചിന്തിച്ച് ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം BJP-യുടെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ദൈവത്തിന്റെ പേരും പറഞ്ഞ് കുറ്റവാളികൾക്ക് സംരക്ഷണം ഒരുക്കുന്ന തരത്തിൽ മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടു. അതൊരു മതവൈകാരിക വിഷയമാക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും ആഭ്യന്തരമന്ത്രി ഡോക്ടർ പരമേശ്വരയും തന്ത്രപരമായി മുന്നോട്ട് നീങ്ങിയത്. കേന്ദ്രത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയാത്ത രീതിയിൽ ഉദ്യോഗസ്ഥരെ ക്രമീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. അതിപ്പോൾ ആദ്യ ദിവസം തന്നെ വലിയ വിജയം കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതായത് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകങ്ങൾ ഓരോന്നും ചുരുളഴിയാൻ പോവുകയാണ്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതിനെ സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ആദ്യ ദിവസം തന്നെ ലഭിച്ചിരിക്കുന്നു. ക്ഷേത്ര പരിസരത്ത് എവിടൊക്കെയാണ് മൃതദേഹം കുഴിച്ചിട്ടത് എന്നത് സംബന്ധിച്ച് ശുചീകരണ തൊഴിലാളി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ക്ഷേത്ര പരിസരത്ത് 3 കിലോമീറ്റർ ചുറ്റളവിലെ വനമേഖലയിലും മൃതദേഹങ്ങൾ അനവധി കുഴിച്ചിട്ടു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇപ്പോൾ ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് മതി മുഴുവൻ ചുരുളും അഴിച്ച് സത്യം തെളിയിക്കാൻ. അന്വേഷണ സംഘത്തിന്റെ ഈ ആദ്യ വിജയത്തിൽ തന്നെ പ്രതികൾ പ്രതിസന്ധിയിലായതോടെ അന്വേഷണ സംഘം തങ്ങളുടെ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് ഓഫീസ് ബെൽത്തങ്ങാടിയിൽ ഉടൻ തുറക്കാൻ പോകുകയാണ്. ഒരാൾക്കും സ്വാധീനിക്കാൻ കഴിയാത്ത രീതിയിൽ പരാതി പറയാനുള്ളവർക്ക് എല്ലാ കവചവും തീർക്കുകയാണ് കർണാടക സർക്കാരിന്റെ അന്വേഷണ സംഘം. 2003 ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായ അനന്യ ഭട്ടിന്റെ തിരോധാന കേസും പ്രത്യേക സംഘം അന്വേഷിക്കുകയാണ്. 1998-നും 2014-നും ഇടയിൽ ധർമ്മസ്ഥലയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ നിർബന്ധിതനായിരുന്നുവെന്ന് ധർമ്മസ്ഥല മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി ദക്ഷിണ കന്നഡ പോലീസിന് മൊഴി നൽകിയത് അവസാനം സംസ്കരിച്ചതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ്. ഇതിൽ വ്യക്തമാക്കുന്നത് ഇതിന് പിന്നിൽ ആരാണുള്ളത് എന്നുള്ളതാണ്. ആ വെളിപ്പെടുത്തൽ പ്രകാരം ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിലെ സൂപ്പർവൈസർമാരും ജീവനക്കാരുമാണ് ഇതിന് പിന്നിലെന്ന് തെളിയിക്കാൻ പോകുകയാണ് അന്വേഷണ സംഘം. എല്ലാവരെയും പൊക്കാൻ ഉറപ്പിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം. അതോടെയാണ് പ്രമുഖരുടെയും നെഞ്ച് പിടച്ചു തുടങ്ങിയത്. ആരോപണ വിധേയരെല്ലാം എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ ഒരു മടിയില്ലാത്തവരാണെന്നും തനിക്കും കുടുംബത്തിനും പൂർണ്ണമായും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയാൽ മാത്രം പേരുകൾ വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും പറഞ്ഞത് അതേ ഗൗരവത്തോടെ തന്നെയാണ് കർണാടക സർക്കാർ എടുത്ത് പണി തുടങ്ങിയത്. ആദ്യം തന്നെ ഞങ്ങളെല്ലാം അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ മൊഴി നൽകിയവന് അപകടം ഉണ്ടാകുമെന്ന് ഉറപ്പായതിനാലാണ് കർണാടക സർക്കാർ ഒരു മെല്ലെപ്പോക്ക് ആദ്യം നടത്തിയത്. പക്ഷെ പലരും അപ്പോൾ സർക്കാരിനെയും മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയെയും സംശയിച്ചു. എന്നാൽ മൊഴി നൽകിയവനും കുടുംബത്തിനും പരാതിക്കാർക്ക് മുഴുവനും സംരക്ഷണ കവചം തീർത്താണ് സർക്കാർ അന്വേഷണ സംഘത്തെ അയച്ചതും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചതും. അതാണ് ആദ്യ ദിവസം തന്നെ ഏറ്റവും വലിയ തെളിവ് പുറത്തു വന്നിരിക്കുന്നത്. DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്നത്. ഇതിനിടെ അന്വേഷണം തുടങ്ങുന്നതിന് മുൻപായി തന്നെ ഭീഷണി കൊണ്ടായിരിക്കാം DCP സൗമ്യലത ഈ അന്വേഷണ സംഘത്തിൽ നിന്നും പിന്മാറി. എങ്കിലും ബാക്കിയുള്ള 3 IPS-കാരും 4 ജില്ലകളിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമടക്കം 25ഓളം വരുന്ന വൻ അന്വേഷണ സംഘമാണ് ധർമ്മസ്ഥലയെ അരിച്ചു പെറുക്കുന്നത്.